UDFിൻ്റെ കൗൺസിലർമാർ കൂട്ടമായി BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. വിശദമായി പറയുകയാണെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായിട്ടുള്ള ശ്രീ KR രവിയും അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താനുമടക്കം നിരവധി പ്രമുഖരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. KR രവി എന്ന് പറയുന്ന വ്യക്തി 30 വർഷമായിട്ട് ജനപ്രതിനിധിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗവുമാണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റും ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ P. നരേന്ദ്രനാഥൻ നായർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ ഭാസ്കരൻ, ശ്രീ മഴുവണ്ണൂർ രാജൻ, കോൺഗ്രസ് കടക്കാട് വാർഡ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജൻ, എക്സ് സർവീസ് ശ്രീ ബാബു എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് ഇവർ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലർമാരടങ്ങുന്ന ഇവരുടെ ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെയുള്ള ഈ ഒരു മാറ്റങ്ങൾ വളരെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് കൗൺസിലർമാർ അടക്കം ഇപ്പോൾ BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് തന്നെ. പല പ്രമുഖരുൾപ്പെടെ കോൺഗ്രസിലെ പല നേതാക്കളുമാണ് ഇപ്പോൾ BJPയിൽ പന്തളത്ത് കോൺഗ്രസ് വിട്ടുകൊണ്ട് തന്നെ ചേർന്നിരിക്കുന്നത്. അതും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ മാത്രമല്ല, പല ജില്ലകളിൽ പലയിടങ്ങളിൽ പല രീതിയിലുമുള്ള കൊഴിഞ്ഞു പോകലുകൾ പല പാർട്ടികളിൽ നിന്നും സംഭവിക്കുന്നു. ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും കൂട്ടക്കൊഴിഞ്ഞു പോകലുകൾ സംഭവിക്കുന്നു. BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ഗുണകരമായി മാറുമോ? UDFിനെ LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം ഇതിനെ മറികടക്കാൻ സാധിക്കും? തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 3 പാർട്ടികളുടെയും ഈ ഒരു നീക്കങ്ങളൊക്കെ തന്നെയും ആർക്കൊക്കെ ഗുണകരമായി മാറും, ആർക്കൊക്കെ ദോഷകരമായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.